മാധ്യമപ്രവർത്തകർ മൈക്ക് ചേട്ടാ മൈക്ക് ചേട്ടാ മൈക്ക് ഞങ്ങൾ പുറത്തുനിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാണ്. ഞങ്ങളെ മൈക്ക് ചേട്ടാ മൈക്ക് നമുക്ക് സംഘർഷാവസ്ഥമായ നിലപാടുകളാണ് ഇവിടെ ഉള്ളത്. സംഘർഷമായ മാധ്യമപ്രവർത്തകരടക്കം പിടിച്ച് തള്ളുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. ഒരു വിഭാഗം ആളുകൾ അകത്തേക്ക് മാധ്യമപ്രവർത്തകരെ കയറ്റാത്ത തരത്തിൽ ഇതാ നോക്കൂ. മാധ്യമ ക്യാമറ പിടിച്ച് ക്യാമറ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി സമ്മേളനം ചാനൽ എന്താണ് കാര്യം? പാർട്ടി പ്രതിനിധിയെ ഇത് പബ്ലിക് റോഡ്. അതിന്റെ അകത്ത് ഇത് പബ്ലിക് റോഡ്. ഞങ്ങൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാം. പബ്ലിക് റോഡ്. ലക്ഷങ്ങൾ പിന്നെ എന്താ അറിയണം? ആര് കൈയേറ്റം ചെയ്തു? കരുനാഗപ്പള്ളി കുലശേഖരപുരത്താണ് CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിട്ടു എന്ന വിവരത്തെ തുടർന്ന് റിപ്പോർട്ടറിന്റെ വാർത്താ സംഘം അവിടെ എത്തുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, പൂട്ടുപൊളിച്ചാണ് നേതാക്കളെ അല്ലെങ്കിൽ പ്രവർത്തകരെ ഉൾപ്പെടെ പുറത്തു കൊണ്ടുവന്നത്. അതിനിടയിൽ ആണ് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർക്ക് നേരെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സോമപ്രസാദ്, കെ രാജഗോപാൽ എന്നിവരെയാണ് ഒരു വിഭാഗം പ്രവർത്തകർ പൂട്ടിയിട്ടത്. വലിയ സംഘർഷാവസ്ഥയാണ് സ്ഥലത്ത് ഉള്ളത് എന്നാണ് ദിലീപ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ CPM നേതാക്കളുടെ ഭാഗത്തു നിന്ന് കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങളെ ദൃശ്യങ്ങൾ പകർത്തരുത്, സമ്മേളന സ്ഥലത്ത് എന്തിനാണ് വന്നത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർത്തി അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ലോക്കൽ സമ്മേളനത്തിലെത്തിയ നേതാക്കളെയാണ് നേരത്തെ പ്രവർത്തകർ പൂട്ടിയിട്ടത്. പീഡന ആരോപണ വിധേയരെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുത് എന്തായിരുന്നു ഇവിടെ ആവശ്യം. ദിലീപ്, സ്ഥലത്ത് പോലീസ് ഉണ്ടോ? ഇപ്പോൾ നേതാക്കളെ എല്ലാം പുറത്തിറക്കാനായിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഇപ്പോഴും സംഘർഷാവസ്ഥയുണ്ടോ? വിനീത, ഇപ്പോഴും കണ്ടല്ലോ CPMന്റെ ഒരു കൂട്ടം പ്രവർത്തകരെ അകത്ത് നിർത്തുന്ന ദൃശ്യങ്ങൾ, അകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകിയിരുന്നു. പിന്നീട് പൂട്ട് പൊളിച്ച് പുറത്ത് കിടക്കുകയായി അകത്തുണ്ടായിരുന്ന ആളുകൾ പുറത്ത് കിടക്കുകയായിരുന്നു. അവർ പറഞ്ഞത് അതിൻ്റെ അകത്ത് സ്വകാര്യ പ്രോപ്പർട്ടിയാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അതിൻ്റെ അകത്ത് കയറി ദൃശ്യങ്ങൾ പകർത്തരുത്, അത് ന്യായമായത് നമ്മൾ ആരും തന്നെ അകത്ത് കയറിയിട്ടില്ല. പിന്നീട് ഇതിൻ്റെ പുറത്ത് ഇത് റോഡാണ്, പബ്ലിക് റോഡാണ്, ഇവിടെ വന്നിട്ട് എന്തിന് ഇത്തരത്തിലുള്ള ഒരു ഷൂട്ട് നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, അതായത് മാധ്യമപ്രവർത്തകരെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെയാണ് ഇപ്പോൾ ഇവർ കയ്യേറ്റം ചെയ്തിരിക്കുന്നത്. 24-ന്റെ ക്യാമറ അടക്കം ഉൾപ്പെടെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. റിപ്പോർട്ടർ TVയുടെ മൈക്ക് പിടിച്ചു വാങ്ങുകയും മൈക്ക് തകരാറിലാക്കാനും ഇവർ ശ്രമിച്ചു. ഇവർ പറയുന്നത് ഇവരെ മാധ്യമപ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ്. പക്ഷേ ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട്, ഈ ദൃശ്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമായി കാണുന്നു. അവിടെ സംഘർഷം നടക്കുന്നു. അബു താഹിർ, പ്ലീസ്. ഒരു സംഘർഷം നടക്കുന്നു. അവിടെ ഇരുകൂട്ടം പ്രവർത്തകരും തമ്മിലുള്ള വിഷയങ്ങളാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന. നീല ഷർട്ടും മുണ്ടും കൊടുത്ത ആളാണ് ഈ മാധ്യമ സംഘത്തിന് നേരെ ഇപ്പോൾ കയ്യേറ്റം ചെയ്യാൻ നടത്തി. ഇപ്പോൾ നടക്കുന്ന ഇരുകൂട്ടരും തമ്മിലുള്ള തർക്കം അത് കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ലോക്കൽ സമ്മേളനത്തിൽ ആരോപണ വിധേയരായ അംഗങ്ങളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം നടത്തിയ സമരം, ഒരു വിഭാഗം നടത്തിയ ആവശ്യങ്ങൾ അത് ഉന്നയിക്കാതെ തുടങ്ങിയതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. അവിടെ ഈ സമ്മേളന നഗരി പൂട്ടിയിടുകയും ഗേറ്റ് അടക്കം ഉൾപ്പെടെയുള്ളത് പൂട്ടിയിടുകയും ചെയ്തു. അതിനുശേഷമാണ് ഇവിടെ മാധ്യമപ്രവർത്തകരടക്കം പാർട്ടിയിൽ നിന്ന്, CPMന്റെ പാർട്ടിയിൽ നിന്ന് ആളുകൾ വിളിച്ചതിനെ തുടർന്നാണ് മാധ്യമപ്രവർത്തകർ ഇവിടെ എത്തിയത്.